ബിഗ് ബോസ് ഷോയിൽ കയറുമ്പം ഞാൻ നടനാണെന്ന് വെച്ച് കയറേണ്ട കാര്യമൊന്നും എനിക്കില്ല. കാര്യം എന്നെപ്പോലെ തന്നെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കണ്ടസ്റ്റൻസ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും. അപ്പം അവരുടെ ഇടയിൽ ഞാനും ഒരു കണ്ടസ്റ്റൻസ് മാത്രമാണ്. ഞാൻ ഇന്നലെ വരെ എന്തു ചെയ്തിരുന്നു അല്ലെങ്കിൽ എന്ത് നേടി എന്നുള്ളത് അവിടെ പോയി വിവരിക്കേണ്ട പ്ലാറ്റ്ഫോം അല്ല. ചിലപ്പോൾ അത് വന്നേക്കാം, അത് രസമായിരിക്കും, അത് വരും. അല്ലാതെ ഞാൻ ഇന്നലെ വരെ അങ്ങനെയല്ല. പുതിയൊരു ലൈഫായിരിക്കുമല്ലോ, പുതിയൊരു ഇപ്പം നമ്മളൊരു സിനിമയിലേക്ക് കയറുകയാണ്. ഒരു സിനിമയുടെ അഭിനയം കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് വരുമ്പോൾ പുതിയ കഥാപാത്രമാണ്, പുതിയൊരു വേഷമാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു വേഷം കെട്ടലും ഇല്ലല്ലോ. ഞാനെന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ പോകുന്നത്. ആ വ്യക്തിയായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പലരും അത്തരം വേദികളിൽ വരുന്നത്, ബിഗ് ബോസിൻ്റെ വേദിയിൽ വരുന്നത്, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടും, കുറേ കൂടി റീച്ച് കിട്ടും, അല്ല കുറേ കൂടി ആളുകളിലേക്ക് സ്വീകാര്യത വരും, അതിനൊപ്പം തന്നെ കുറേ അവസരങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. ഇത്തരം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു അപ്പനശ്ശരത്ത് ബിഗ് ബോസ് വേദിയിൽ വരുമ്പോൾ അപ്പനശ്ശരത്തിൻ്റെ പ്രതീക്ഷ എന്താ ബിഗ് ബോസ് വേദിയിലൂടെ? ഇല്ല, ഞാൻ ചെയ്യാത്ത കുറേ സാധനങ്ങൾ ആൾക്കാർ കാണാറുണ്ട്, അത് കാണട്ടെ. ഉണ്ട് റിയൽ ലൈഫിൽ കുറേ സംഭവങ്ങൾ, റിയൽ ലൈഫിൽ അടിപൊളി പരിപാടികളുണ്ടല്ലോ. ഞാൻ എഴുതാനും പറഞ്ഞ കേട്ടിട്ടുണ്ടോ? സംഗീതം പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പാടാനുള്ള അവസരം കൂടിയാണ്. കണ്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് എനിക്ക് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാം, എനിക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റും ആയിരിക്കാം. പിന്നെ ആസ് എ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കുറെ കാര്യങ്ങൾ സിനിമയിലുള്ള എൻ്റെ ഇത്തരത്തിൽ പല ആൾക്കാരും ചിന്തിച്ചിട്ടില്ല, ഇവൻ അഭിനയം വില്ലൻ മാത്രമേ ചെയ്യുള്ളൂ, ഇവനൊരു വില്ലനാണ്, ഒരു വില്ലത്തനുള്ള ആളാണെന്നൊക്കെ. എനിക്ക് അതൊക്കെ പൊളിക്കാൻ പറ്റൂലേ, കുറെ കോമഡി ചെയ്യാൻ പറ്റും, അവിടെ കുറെ സംഭവങ്ങൾ ചെയ്യാം. ഈ ആളുകളെ മുഷിപ്പിക്കാതിരിക്കുക, ആളുകളെ വിഷമിപ്പിക്കാതെ ഇങ്ങനെ പതിപ്പിച്ച് കൊണ്ടുപോകുന്ന പറയുന്നത് ശരിക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അത് അതിൻ്റെ ആവശ്യകതയുണ്ടോ ശരിക്കും? അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ആളുകൾ എങ്ങനെ എടുക്കുമെന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ല, അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇല്ലല്ലോ, ഞാൻ നേരത്തെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അതൊക്കെ ഒരു ചെറിയൊരു ടെക്നിക്കായിട്ട് അങ്ങ് നിന്നാൽ മതി. ആരെയും വെറുപ്പിക്കാതിരിക്കാൻ പറ്റും. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റൂല. പരമാവധി പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാർ ഇപ്പം ഇല്ലല്ലോ. പരമാവധി എല്ലാവരും കൂടെ കൂട്ടി ഒരുമിച്ച് പോവാം, അതായിരിക്കും ഇഷ്ടം, നല്ലത്. ഈ പഴയ തിരുവനന്തപുരം സൈഡിലോട്ട് വരുമ്പോൾ പഴയ ശരത്തായി നിൽക്കുമ്പോൾ പനി ശരത്താവണേക്കാളും മുമ്പ് ശരിക്കും പെട്ടെന്ന് ദേഷ്യങ്ങളിൽ പ്രതികരിക്കുന്ന ആളാണോ? അങ്ങനെ കയ്യിൽ നിന്ന് പോവോ? പെട്ടെന്ന് ദേഷ്യം വരാറില്ല, എന്നാലും ദേഷ്യം വരും. വന്ന കയ്യിൽ നിന്ന് പോവോ? പൊട്ടിക്കോ? കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. മറ്റേ വരും എടാ കൊച്ചേർക്ക, ഇതാണ് തോട്ട, ആ മൂഡ് വരുമോ? ഇത് നീ ഹോൾസെയിലും ചെയ്യില്ല റീറ്റെയിലും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നു ഞാൻ ദേഷിക്കും, നന്നായിട്ട് എന്നെ ചൂടാവും, തെറ്റ് കണ്ടാൽ പ്രതികരിക്കും, അത്രേ ഉള്ളൂ. എത്ര ശതമാനം ഉണ്ട് ശരിക്കും ഈ ശരത്തിൽ നിന്ന് അപ്പാനി രവിയിലോട്ട്? എത്ര ശതമാനം ഉണ്ട് ശരിക്കും ആ വന്ന പരകായ പ്രവേശം എത്രത്തോളം ഉണ്ടായിരുന്നതിൽ ശതമാനം? അത് അപ്പാനി ഭയങ്കര ദൂരമുള്ള ആളാണ്. ശരത്ത് അത്ര ദൂരമൊന്നും അത്രയ്ക്ക് എത്തിയിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ അങ്ങനെ വലിയൊരു വയലൻസ് ഒന്നും കൊണ്ട് കിടക്കുന്ന ഒരാളൊന്നുമല്ല. അല്ല. ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ വയലൻസ് ഉള്ള ആൾക്കാരാണ്. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഇച്ചിരി വയലൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ അങ്ങനെ വയലൻസ് കൊണ്ട് നടക്കുന്ന ഒരാളല്ല. അല്ല, ശരിക്കും അത്തരം ഇപ്പോൾ ബിഗ് ബോസ് വേദിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന ക്യാരക്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി ഈ വേഷത്തിന് ആപ്റ്റ് ആണെന്നുള്ള രീതിയിലേക്ക് കൂടെ ചൂസ് ചെയ്യാറുണ്ട്, അല്ലെ കാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് വേദി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടുന്ന ചാൻസ് പോലും ഇല്ലാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവസരങ്ങളിലേക്ക് വിളിക്കുന്നില്ല. ശരിക്കും അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടോ ശരിക്കും? ഇല്ലല്ലോ. അയ്യേ ഇല്ല, എന്തിനാ അങ്ങനെ പേടിക്കണം? ഇത് 100 ദിവസം പരിപാടിയല്ലേ ഉള്ളൂ. 100 ദിവസം അങ്ങോട്ട് ചെല്ലുക, നമുക്ക് തന്ന പരിപാടികൾ നമ്മൾ നീറ്റായിട്ട് ചെയ്യുക. ആ 100 ദിവസം കൊണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് വിലയിരുത്തുന്നു തോന്നുന്നുണ്ടോ? വിലയിരുത്തും. എന്താ ചിന്തിക്കട്ടെ, മോശമാണെങ്കിൽ മോശമെന്ന് പറയട്ടെ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയട്ടെ, അത് അവിടെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 100 ദിവസം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതും തലയിൽ ചുമന്നുകൊണ്ട് നടക്കരുത്. നമ്മൾ എന്താണെന്ന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ആ പരിപാടിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവാം. ഇപ്പോൾ ബ്രോ ബിഗ് ബോസിലുണ്ടെങ്കിൽ ബ്രോ 100 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾ പാർട്ടിസിപ്പൻ്റായി മാറട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ ബ്രോ അത് കഴിഞ്ഞതിന് ശേഷം ബ്രോ എങ്ങനെയാണോ തുടങ്ങിയത് അവിടെ വീണ്ടും നല്ല രീതിക്ക് ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു ടോപ്പ് ലെവലിലേക്ക് ചിന്തിക്കുക. ഇപ്പം ഞാനൊരു ആക്ടറല്ല, ഇപ്പം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാനൊരിക്കലും സിനിമ ചെയ്യാതിരിക്കാൻ പാടില്ല, ഞാൻ സിനിമ ചെയ്യണം. ഈ ഒരു ആക്ടറായി നിൽക്കുന്ന സമയത്ത് ഈ ചില വേഷങ്ങൾ എടുക്കുമ്പോൾ ആളുകൾ ആ വേഷത്തിൽ അങ്ങനെ പെർഫോം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഇന്നാൾ ഇങ്ങനെയാണ്, കാരണം ആളുടെ ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് പലരും കണ്ടതാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ കണ്ടതാണ്, ഈ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും നമുക്ക് പറ്റും. പിന്നെ അതാണല്ലോ ആക്ടിങ്, അത് പൊളിക്കാൻ പറ്റും. നമ്മളെക്കുറിച്ച് എന്ത് മോശം സംഭവം പറഞ്ഞോട്ട് പോട്ടെ, പേഴ്സണൽ ലൈഫിൽ അവൻ എന്ത് മോശം പറഞ്ഞാലും കൂടി ഇവിടെ സ്ക്രീനിൽ 2.5 മണിക്കൂർ സ്ക്രീനിൽ ഒരു ഗംഭീര പെർഫോമൻസ് കൊടുത്തു വയ്ക്കേ, ഇവിടെ കൈയടി വീഴും, ഉറപ്പാ. അത് വീഴിപ്പിക്കണം,
ആ രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പണിയെടുക്കണം, അത്രേ ഉള്ളൂ. പരിശീലനത്തിൻ്റെ വളർച്ച വളരെ വലുതായിരുന്നു. ലാലേട്ടൻ്റെ കാരവാന് വരെ ഒറ്റ വില മോഹവില കൊടുത്ത് വാങ്ങിയെന്ന് വരെ. ഞാനൊന്നും പറയില്ല. അതൊക്കെ ഇത് അങ്കമാലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, തുടക്ക സമയത്ത്, അത് ഇപ്പോഴും കളഞ്ഞില്ല ആ വിഷയം. അത് കേട്ട് മടുത്തൊരു വിഷയമാണ്. ലാലേട്ടൻ പോലും അത് ആരും ലാലേട്ടനോട് ഇല്ല, എന്തിനു സംസാരിക്കാം, അത് വെളിപാടിന്റെ പുസ്തകത്തിന്റെ സമയത്ത് അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ടോക്കേ. ശരിക്കും അതിൽ നിന്നായിരുന്നോ ശരിക്കും ആവശ്യമായി ബന്ധപ്പെട്ടാണോ ശരിക്കും ഈ കാരവാൻ ഇല്ലെങ്കിൽ അഭിനയിക്കില്ല എന്ന് വന്ന വാർത്ത വന്നതും അതുമായി കണക്ട് ആയിരുന്നു? അങ്ങനെ വാർത്തയെ വന്നിട്ടുണ്ടോന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് വെറുതെയാണ്, സത്യത്തിൽ അത് വെറുതെയാണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യം പോലും ഇല്ല. എനിക്ക് ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കുമ്പോഴേ ഞാൻ അങ്ങ് ഒരു ഭ്രാന്ത് പിടിക്കുന്ന സ്വഭാവം വരും. കാര്യം ഒട്ടും സത്യസന്ധത ഇല്ലാത്തൊരു വിഷയമാണത്. 1% പോലും അതിലൊരു ഒരു ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂ, ഇത്ര നല്ലൊരു ആംബിയൻസ്, ബ്രോയുടെ സമയം കളഞ്ഞ് ഞാനുമായിട്ട് സംസാരിക്കാനിരിക്കുന്നു, ഇങ്ങനൊരു നല്ലൊരു മൊമെൻറ്റിൽ പോലും ഇടേണ്ട വിഷയമല്ല. നമുക്കിതിലും വലിയ നല്ല നല്ല വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. അത് എൻ്റെ ലൈഫിൽ, എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് തുടങ്ങിയപ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു ഒരു ഇൻസിഡൻ്റാണ്. അതിനെ ഡെവലപ്പ് ചെയ്ത് ഞാൻ ഞെട്ടിപ്പോയി. ഇന്നാണ് എനിക്ക് അങ്ങനത്തെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എനിക്ക് അതിനൊരു മറുപടി കൊടുക്കാതിരുന്നോണ്ടാണ് അത് വലുതായി പോയത്. അതൊരു ക്ലാരിറ്റി വിട്ടതാണോ അതങ്ങനെ? ഞാൻ മറുപടി സത്യം പറഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കാൻ നിന്നത് അന്ന്. കാര്യം എനിക്ക് അറിയില്ല, എൻ്റെ തുടക്ക സമയമാണ്. ഞാൻ എന്ത് പറയാ ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ തിരുവനാടകം കളിച്ച് വന്ന ഒരുത്തനല്ലേ ഞാൻ. ചെരുപ്പിടാതെ ടാർട്ട റോഡിൽ നാടകം കളിച്ച് വന്ന ഒരുത്തനാണ് ഞാൻ. ഓരോ കോസ്റ്റ്യൂംസ് മാറി മാറി അടുത്തടുത്ത കഥാപാത്രങ്ങൾക്ക് മീശ ഒട്ടിച്ചും താടി ഒട്ടിച്ചും അങ്ങനെ വേഷം ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ് ഞാൻ. ഞാൻ ഇങ്ങനെ ഒരു കാരവൺ ചോദിക്കുമെന്നോ അല്ലെങ്കിൽ കാരവൺ ഇല്ലെങ്കിൽ അഭിനയിക്കില്ല എന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും നേരം സംസാരിച്ചില്ല നമ്മൾ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചോദിക്കത്തില്ല. അത് വേറെ ആരുടെയൊക്കെയോ ഉള്ളിലോ എന്നോടുണ്ടായ ഒരു സ്നേഹം കൊണ്ടും എൻ്റെ വളർച്ചയിൽ അവർക്കുണ്ടായ ഒരു വലിയൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിൻ്റെ പുറത്തുണ്ടായ ഒരു വാക്കുകളായിരിക്കാം അതിന് ഞാൻ അവരെ ഏറ്റവും കൂടുതൽ അധികം ബഹുമാനിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എൻ്റെ എല്ലാ നല്ല നല്ല സിനിമകളിലും എനിക്ക് നല്ല അക്കോമഡേഷൻ കിട്ടുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാതെ കൂടി കണ്ടറിഞ്ഞ് വരിക, അത് അതിനൊരു കാരണമായി. സത്യം. അപ്പൊ ന്യൂസ് ഉണ്ടാക്കിയാലോട് നന്ദി പറയുന്നത് എനിക്ക് ഞാൻ ഉള്ളാരും പറയാം, എന്നെക്കുറിച്ച് അങ്ങനെ ഒരു വാർത്ത ഒരു 2018 വന്നത്. ആ 2018 എന്ന് പറയുന്ന വാർത്തകൾക്ക് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ഡയറക്ടേഴ്സ് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്, എൻ്റെ പ്രൊഡ്യൂസേഴ്സും ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ എൻ്റെ ഈ സിനിമ തരുന്ന എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾമാർക്ക് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും അപ്പാനി ശരത്ത് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ്, ആ നടൻ എങ്ങനെയാണെന്ന്, അയാളുടെ സ്വഭാവം എന്താണെന്ന്, അയാൾ ലൊക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നക്കാരനാണോ, അയാൾ കാരണം സിനിമയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ഒരു ഡയറക്ടറോ ഒരു പ്രൊഡ്യൂസറോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളോ പറയില്ല. അതിനുള്ള സാഹചര്യം ഞാൻ വരുത്തിയിട്ടില്ല. ഇന്ന് ഇത്രയും നെഞ്ചി കൈവച്ചാൽ ഞാൻ പറഞ്ഞു, ഇത്ര നാൾ ഞാൻ വരുത്തിയിട്ടില്ല, ഇനി വരുത്തത്തുമില്ല. ഇങ്ങനൊരു വാർത്ത വന്നത് ആ വാർത്ത ഉണ്ടാക്കിയ ആൾക്ക് എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ പോലും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. അതെ, അയാൾക്ക് എന്നെ വലിയ ഇഷ്ടമായിരിക്കും ആ സമയത്ത്. അപ്പാൻ നടൻ വളരുന്നത് കൊണ്ട് അയാൾക്ക് എന്തോ വലിയൊരു സന്തോഷമുണ്ട്.